ഇനിയൊരു സ്റ്റെപ്പും കൂടി കയറാനുണ്ട്. നമ്മളവിടെ നിൽക്കുകയാണ്. അതേ വെള്ളം കുടിച്ച് നടക്കുക. കയറാൻ വയ്യ. ചെറിയൊരു മേടും കൂടി ഉണ്ട് കേട്ടോ. അതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയൊരു ഇതുണ്ട്. ഒരു ചെറിയൊരു കുന്നും കൂടി കയറാനുണ്ട്. കഴിഞ്ഞ വന്നുകൊണ്ടിരിക്കുന്നത് വെയിലേ പ്രശ്നം. വെയിൽ കാരണം കൊണ്ടാണ്. അവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളാണ്. കുറച്ച് മേടും കുന്നും കഴിഞ്ഞു. മേട് കുന്നേറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നടക്കുന്ന സ്ഥലമാണ്. തണുപ്പുണ്ട്. ഇതുണ്ടാവുക നല്ല നല്ല സ്ഥലം. ശരി, നടക്കൂ. ശരി, താമേ അവരെ കയറി അവിടെ എത്തിയ ടോപ്പിൽ ഒരു ഇതൊക്കെ എത്തിക്ക് കയറി കേട്ടോ. ഞാൻ ഇതിനെ മരുന്ന് വെക്കാം. ആരെ മലമ്പുഴയാണ്. അവിടെ ഇറക്കുവാണേ. അവിടെ ഇറങ്ങുന്നത് അവിടെ സൂക്ഷിച്ചു പോകണം. അവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ, നല്ല സ്ഥലങ്ങളാണ്. അവിടെ താഴെ മലമ്പുഴയാണ് കേട്ടോ. ഞങ്ങളുടെ ഇറക്കത്തിൽ നിന്നും ഈ ലൈനൊക്കെ ഉണ്ട്. വേറെ അവിടെ ഇറങ്ങാനൊക്കെ ചിലപ്പോൾ വഴിക്ക് കഴിഞ്ഞാൽ താഴെ പോകും. ഇനി ചെറിയൊരു മഴയായിരുന്നു. അവിടെ തണുപ്പായതൊന്നും വലിയ കുഴപ്പമില്ല. നമ്മളെത്തിട്ടോ. നമ്മളങ്ങനെ ശബരിമല എത്തിയിട്ടുണ്ട് കേട്ടോ. സോറി, അയ്യപ്പമല എത്തിയിട്ടുണ്ട്. ശബരിമല കയറുന്ന അതേ തന്നെയാണ്. അതേ തന്നെ, ഒരു മാറ്റവും ഇല്ല. അടുത്ത് നിൽക്കുന്നുണ്ട്. ഇതാ പാട്ട് കേൾക്കുന്നുണ്ടോ? നല്ല ഉടുക്ക് പാട്ടാണ്. ഓ, ശബരിമല കയറ്റം പോലെ തന്നെ കേട്ടോ. ഒരു മാറ്റമില്ല. നമ്മൾ നീലമല. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്കത് അറിയുന്നില്ല എന്നുള്ളൂ. നല്ല തണുപ്പാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല കാലാവസ്ഥ മാറിയിട്ടാണ്. നല്ല കൂളിങ്. എന്തൊരു വാസന നോക്കാൻ പറ്റും. സുഖമായിരിക്കും. അടിപൊളി. ഇല്ല, താഴെ മലമ്പുഴയാണ് കേട്ടോ. അത് ഇറങ്ങി കാണിക്കാവുന്ന കൂടുതലാണ് ഇതൊക്കെ. നമ്മളിങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ബാക്ക് സൈഡ് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ്. ബാക്ക് സൈഡ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടാ. ബാക്ക് സൈഡിന് അയ്യപ്പമലയുടെ ബാഗിൽ നമുക്ക് അവിടെയൊക്കെ നോക്കിയാൽ നല്ല കമ്പനികൾ. അയ്യപ്പമല കയറിയിട്ടുള്ള വാങ്ങേണ്ടതൊക്കെ മറ്റുള്ളതാ. ഈ കാണുന്നൊക്കെ കമ്പനികളൊക്കെ എന്താ നല്ല കാണാൻ പറ്റും. വെളിച്ചം വെയിൽ കാരണം കൊണ്ട് ഇതൊക്കെ കാണിച്ചിട്ടാ. കമ്പനികൾ. ഇപ്പോൾ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അവിടെ അങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുക. കമ്പനിയാണ് തോന്നുന്നത്. ബിൽഡിങ്ങിലാണ്. കുറച്ചും കൂടി താഴെ പോയി നോക്ക്. ആൾക്കാരിങ്ങനെ അറിയുന്നില്ല. അവിടെ കുറച്ച് സ്ഥലങ്ങൾ ചെറുപ്പമാണ്. അവിടെ ഇങ്ങനെ തണുപ്പിരിക്കാൻ വേണ്ടി മരങ്ങൾ നല്ല സ്ഥലങ്ങളാണ്.
ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാലേ അയ്യപ്പൻമലയിൽ ഇവരുടെ നല്ലൊരു സഹകരണമുണ്ട്. കാരണം വെച്ചാൽ അവർ എല്ലാവരും ഇതാ നമ്മുടെ ചോപ്പറസ് വളണ്ടിയേഴ്സുമാരൊക്കെ ആ സൈഡൊക്കെ പോയി നിൽക്കട്ടെ, എല്ലാവരും ഇങ്ങനെ മേലെ കയറും. കാരണം താഴെ വഴിക്ക് വീണ പൊടി പോലും കിട്ടില്ല. നമ്മളെ ഭയങ്കര സ്ഥലങ്ങളാണ്, മലകളൊക്കെയാണ് ഇവിടെ, കുറച്ച് തണുപ്പൊക്കെ കുറച്ച് ഭാഗങ്ങളുള്ളൂ. കേട്ടോ താഴെ നല്ല സ്ഥലമാണ്, വീണാണ്ടല്ലോ പൊടി പോലും കിട്ടില്ല. അവിടെ വീഴും, നല്ല ഇറക്കൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇറങ്ങണ കാര്യം ആലോചിച്ച് നോക്കണം, നല്ല രസമായിരിക്കും. എൻ്റെ ഉള്ളിലോട്ട് തന്നെ പോകണം. ഇതവിടെ കുറച്ച് ഡിഫൻസ് നമ്മുടെ ഞങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ താഴെ മരത്തിനിടയിലും സൈഡൊക്കെ ഇങ്ങനെ പോയി നിൽക്കുക. അതാ കണ്ണാട്ടോ, അവരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്, സൈഡിൽ ഉള്ളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ കയറ്റി വിടുക. അപ്പോൾ സൈഡിലും വീണ് കഴിഞ്ഞാൽ സൈഡ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരും തീരുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻമലയിൽ എല്ലാവരും വരണം. അപ്പം ഞാൻ ഇനി ഇറക്കത്തിനുള്ള സമയമായി, അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് ഇറക്കത്തിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം. അവിടെ നിന്ന് അവിടെ കടന്നതിന് പിന്നെ ഇറക്കത്തിൻ്റെ വക്കിലേക്കാണ് കേട്ടോ. വെള്ളം എവിടെ? വെള്ളം കഴിഞ്ഞു. നടക്ക് ആർക്ക് വേണം കൊടുക്ക്, വെള്ളം എടുത്ത് വെച്ചിട്ടോ. ആൾക്കാരിങ്ങനെ വന്നു പോയതിൻ്റെ അടയാളം. കല്ലടിക്കി വെച്ചിരിക്കാനല്ലേ അമ്മ? എങ്ങനെയുണ്ട് കയറ്റം ഇറക്കമൊക്കെ പറഞ്ഞോ? എങ്ങനെയുണ്ട് കയറ്റം ഇറക്കം? പറഞ്ഞോ, സംസാരിച്ചോ. എങ്ങനെയുണ്ട് കയറ്റം? കുഴപ്പമില്ലാന്നാ? ആ, നമ്മളെ ശബരിമല പോകേണ്ട അതേ ഇല്ലേ? ശബരിമല പോകണ അതുപോലെ ഇല്ലേ? ശരി, നിൽക്കണം, നടക്കൂ. ചെരുപ്പുകാരൻ കൊണ്ടേ ചൂട് ഇറക്കം ചൂടുകാരൻ കൊണ്ടാണ് ഇത്രയും. പതുക്കെ ഇറങ്ങില്ലേ? ഇറങ്ങുമ്പോൾ വടി വേണോ? ആ, വടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങണ്ട്. വയസ്സായവരല്ലേ. അമ്മയ്ക്ക് ശബരിമല കയറിനേക്കാളും കഷ്ടം പോലെ തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാലേ ശബരിമല കയറിനേക്കാളും ഭയങ്കര കഷ്ടം പോലെ തോന്നി. ഏകദേശം വെയിൽ ഇത്ര പറഞ്ഞോ.